ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഉണക്ക ചൂട കൊണ്ട് നല്ലൊരു ഫ്രൈയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാം ചൂട കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിനി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് വെളിച്ചെണ്ണയിൽ വേണം വറുത്തെടുക്കാൻ. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂട ഉണക്ക മീൻ ഇട്ട് കൊടുക്കുക നല്ലപോലെ. എന്നിട്ട് എല്ലാം ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. എന്നാൽ ഒരുപാട് അങ്ങ് മൂത്തിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമുക്ക് ഗാഢായി ഒത്തിരി അങ്ങ് ഇതായി പോകരുത്. എന്നാൽ നല്ലപോലെ മൊരിഞ്ഞ് കിട്ടുകയും വേണം. ആ ഒരു കണക്കിന് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് വറുത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറി ലീഫും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതെല്ലാം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ അതേ പാനിൽ തന്നെ ബാലൻസ് എണ്ണ ഉണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി. ഇപ്പോൾ എണ്ണ കറക്റ്റായിട്ട് ഇരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തണ്ട് കറി ലീഫ് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 10 ചുമന്നുള്ളി നല്ല നൈസായിട്ട് അരിഞ്ഞ് വെച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇതിനോട് കൂടെ തന്നെ നമുക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ചിലർക്ക് എരിവ് ഇഷ്ടം ഉള്ളവരുണ്ട്, എരിവ് ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ സവാളയും ഉള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് കുഴഞ്ഞ് കിട്ടണം കേട്ടോ. ആ പരുവത്തിൽ ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിന് കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് മുളക് പൊടിയാണോ ഉള്ളത് അത് ചേർക്കാം. കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടും, വലിയ എരിയും കാണത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചേർത്ത മുളക് നല്ല എരിവുള്ള മുളക് കേട്ടോ ചേർത്തേക്കുന്നത്, ചതച്ച മുളക്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമണം മാറിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി നമ്മളിതുപോലെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ ആ വെള്ളം കൂടെ നമുക്ക് പിഴിപുളിയാണ് എടുത്തേക്കുന്നത്, അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി ആ പുളി വെള്ളം എല്ലാം ഈ സവാളയിലൊക്കെ പിടിച്ച് എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസായി കിട്ടണം. അപ്പോൾ ഉപ്പിടാൻ പാടില്ല. ഉണക്കമീനിന് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്, അത് നോക്കിയിട്ട് വേണം പിന്നെ ഉപ്പ് ചേർക്കാനായിട്ട്. ഇപ്പോൾ ഈ പരുവത്തിലൊന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്കമീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ പുളിയും എരിവും ഈ സവാളയും ഉള്ളിയുടെ മണവും എല്ലാം ഈ ഉണക്കലിൽ പിടിച്ച് കിട്ടണം നല്ലപോലെ. അതുവരെ ഒന്ന് നമുക്ക് വഴറ്റി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മിനിറ്റെങ്കിലും കുറഞ്ഞത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. ചോറിൻ്റെ കൂടെ അതുപോലെ പഴിഞ്ഞു കുടിക്കാനൊക്കെ, പഴങ്കഞ്ഞി കുടിക്കാൻ അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെ ആയാലും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നിങ്ങളിപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിക്കായി നിങ്ങൾ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇഷ്ടപ്പെടും അതിൽ ലൈക്കും തരാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉണക്കമീൻ കൊണ്ടുള്ള നമ്മുടെ നല്ല ചൂട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എൻ്റെ മണം തന്നെ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല മണവും രുചിയും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക.